എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നല്ല നാടൻ രീതിയിലുള്ള ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും നല്ല ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക. ഇവിടെ എനിക്ക് മിക്സ് പാക്കറ്റിലുള്ള പച്ചക്കറിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏകദേശം അത്യാവശ്യം പച്ചക്കറികളെല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ആവശ്യാനുസരണം മറ്റു പച്ചക്കറികളും ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. എടുത്ത പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ചട്ടിയിലാണ് ഈ അവിയൽ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് അവിയൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ സഹായിക്കും. നല്ല രീതിയിലൊന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ അത് എല്ലായിടത്തും ഒന്നും ആക്കിയെടുക്കാം. അപ്പം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രഷർ കുക്കറിൽ നമുക്ക് അവിയൽ വേവ് അനുസരിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുത്ത പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ ചട്ടിയിലേക്ക് ആദ്യം തന്നെ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളം ഒഴിക്കുമ്പം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിയലിനകത്ത് ഒത്തിരി വെള്ളമായി പോകും. പച്ചക്കറി ഈ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകം വെള്ളം കുറച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചട്ടി അടച്ചു വെച്ച് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അവിയലിലേക്ക് വേണ്ട അരപ്പുകളുടെ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചുള്ളി, ഒരു 3-4 പീസ് വെളുത്തുള്ളി നമുക്ക് ആവശ്യമാണ്. ഞാനിവിടെ ഇതെല്ലാം ചതച്ചാണ് എടുക്കുന്നത്. ഗ്രൈൻഡർ ഉള്ളവർക്ക് അതിനകത്ത് നിന്നും നമുക്ക് അരച്ചെടുക്കാം. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഏകദേശം നല്ല രീതിയിലൊന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് ചെറിയ ജീരകം ഇടുന്നുണ്ട്. അതും നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഏകദേശം അരമുറി തേങ്ങയോളം നമുക്കിതിന് വേണ്ടി വരും. ഞാൻ തേങ്ങയുടെ കൂടെ കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അവിയലിനുള്ള എരിവിന് വേണ്ടി ഞാനിവിടെ പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകും അരിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക. ചില ഏരിയയിലൊക്കെ കുറച്ച് മുളക് പൊടിയുടെ അവിയലിന് ചേർക്കാറുണ്ട്. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കാതെ തന്നെയുള്ള ഒരു അവിയലാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ അരിഞ്ഞ പച്ചക്കറികൾ ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ചതച്ച കൂട്ടുകൾ നമുക്ക് ചേർക്കാം. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇട്ട കൂട്ടുകൾ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. അവിയലിനുള്ള ഒരു പുളി കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അപ്പം നല്ല രീതിയിൽ പുളി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്തുകൊണ്ട് അവിയൽ തയ്യാറാക്കാം. അപ്പോൾ നല്ല അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് രുചി കൂട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയൽ റെഡിയാകും. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈരൂടെ ചേർക്കാം. ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചുകൊണ്ട് തന്നെ ഇളക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു അവിയൽ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ അവിയൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ എത്തും വരേക്കും സ്റ്റേ സേഫ്. ബൈ.